സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് 76,200 പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയെന്ന് പോലീസും അറിയിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇക്കാര്യം അറിയിച്ചു. 2500 ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകളിൽ അധിക സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരി, പൂർണ്ണ സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ്. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവസാനഘട്ടത്തിലെ ഒരുക്കങ്ങളും എങ്ങനെ? ഗുഡ് മോർണിംഗ്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. 30,471 പോളിംഗ് ബൂത്തുകളിൽ 2,500 എണ്ണം പോളിംഗ് ബൂത്തുകൾ അല്ലെങ്കിൽ പ്രശ്നസാധ്യത പോളിംഗ് ബൂത്തുകളായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നത്. ഈ 2,500 പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പോളിംഗ് സുഗമമായി നടക്കുന്നതിന് വേണ്ടി കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തുടനീളം 70,000 മുകളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 76,203 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനായി സേന വിന്യസിച്ചിട്ടുള്ളത്. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി കൂടിയാണ് ഇത്തവണ ഇത്തരത്തിലൊരു ഒരുക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതുകൂടിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. DGP തന്നെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് 154 ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളെ തിരിച്ചിരിക്കുന്നു. നിലവിലുള്ള സാധാരണ ഡിവിഷനുകൾ ഒഴിവാക്കി 154 ഇലക്ഷൻ ഡിവിഷനുകളായി തിരിച്ചിരിക്കുകയാണ് ചെയ്തത്. ഈ ഇലക്ഷൻ സബ് ഡിവിഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇതിന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 28,209 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രത്യേകം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ കൂടി ഈ 76,000 പോലീസ് ഉദ്യോഗസ്ഥരിൽ പെടുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ബറ്റാലിയനുകളിലെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെയും സേനാംഗങ്ങളെ കൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിനിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ കേന്ദ്രസേനാ വിഭാഗങ്ങൾ 140 കമ്പനി കേന്ദ്രസേനാ വിഭാഗങ്ങൾ കൂടി ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൂടാതെ തമിഴ്നാട് പോലീസിന്റെ 20 കമ്പനി പോലീസുകാർ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതായത് തെരഞ്ഞെടുപ്പിന് ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണോ എന്നുള്ള കാര്യം ഇന്ന് പരിശോധിച്ച് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകളെ ആവശ്യമെങ്കിൽ അങ്ങോട്ടേക്ക് വിന്യസിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുഗമമാക്കുന്നതിന് വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുകയാണ് പോലീസ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.